ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഹിന്ദു ടോക്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സ്റ്റേറ്റ് സിലബസിൻ്റെ 6th ക്ലാസ്സിൻ്റെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ഇക്കായി 5 ജമീ കോ ജാദു ആത്താ ഹെ, അതാണ് ലെസൻ്റെ പേര്. ജമീ കോ ജാദു ആത്താ ഹെ, അതായത് ഭൂമിക്ക് മാജിക് അറിയുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് നമ്മുടെ ലെസണിലേക്ക് പോവാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ ലെസണിലേക്ക് പോകണം. യെ മേരാ ബാഗ് की मिट्टी को कुछ तो है. ये मेरे ബാഗ് की मिट्टी को कुछ तो है. അതായത് ബാഗ് പറഞ്ഞാൽ നമ്മുടെ മുമ്പത്തെ ഗാർഡൻ, അതാണ് ഗാർഡൻ പറയില്ല, അതാണ് ബാഗ്. യെ മേരെ ബാഗ് की मिट्टी को कुछ तो है, അതായത് എൻ്റെ ഈ മുമ്പത്തെ ഗാർഡനത്തെ മണ്ണിൽ എന്തോ ഒന്നുണ്ട്, അതായത് എന്തെങ്കിലും അത്ഭുതമുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒന്നുണ്ട് അതിൽ. യേ ജാദുയി ജമീ ഹേ ക്യാ, ഇത് മാജിക്കൽ ഒരു ഭൂമിയാണോ, മാജിക്കലായിട്ടുള്ള ഒരു ഭൂമിയാണോ. ജമീ കോ ജാദു ആത്താ ഹേ, അതായത് ജമീ പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിക്ക് മാജിക് അറിയും, നമ്മുടെ ഭൂമിക്ക് മാജിക് അറിയും, അതാണ് പറയുന്നത്. അഗർ അമറൂദ് ബീജു മേ തോ യേ അമറൂദ് ദേത്തി ഹേ. അഗർ, അതായത് അമറൂദ് പറഞ്ഞാൽ നമ്മുടെ ഗോവ കൊയ്യാക്ക, നിങ്ങളുടെ അവിടെ എന്ത് പറയുന്ന അറിയില്ല, ഇവിടെ കൊയ്യാക്ക എന്നാ പറയുക. അഗർ അമറൂദ് ബീജു മേ, ബീജു പറഞ്ഞാൽ സീഡ്സ്, തോ യേ അമറൂദ് ദേത്തിയെ, നമ്മൾ ഒരു ഗോവാൻ്റെ അല്ലെങ്കിൽ ഒരു കൊയ്യാക്കൻ്റെ വിത്താണ് ഇടണമെങ്കിൽ അത് നമുക്ക് കൊയ്യാക്കയാണ് തരിക, അതായത് കൊയ്യാക്ക മരമാണ് അവിടെ വളരുക. അഗർ ജാമുൻ കി ഗുട്ടരി ഡാലു തോ ജാമുൻ ദേത്തി ഹേ. ജാമുൻ എന്ന് പറഞ്ഞാൽ നാവളം പഴം. അപ്പോൾ ജാമുൻ കി ഗുട്ടലി പറഞ്ഞാൽ അതിൻ്റെ സീഡ് തന്നെയാണ് ഗുട്ടലി പറയുക. ബീജു പറഞ്ഞാലും സീഡ് തന്നെയാണ്, ഗുട്ടലി പറഞ്ഞാലും അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സീഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നാവളം പഴത്തിൻ്റെ സീഡാണോ നമ്മൾ ഇടണമെങ്കിൽ നമുക്ക് നാവളം പഴത്തിൻ്റെ മരമാണ് വരിക, അതിൽ നിന്നിട്ട് നാവളം പഴമാണ് കായ്ക്കുക. കരയില തോ കരയില, നീമ്പു തോ നീമ്പോ. കരയില പറഞ്ഞാൽ ബിറ്റർ ഗാർഡ്, കരയില ഇട്ടാൽ, അതായത് ബിറ്റർ ഗാർഡ് ഇട്ടാൽ ബിറ്റർ കാളയെ മുളയ്ക്കൂ. അതേപോലെ നിമ്പു പറഞ്ഞാൽ ലെമൺ, നാരങ്ങ ഇട്ടാൽ നാരങ്ങ കിട്ടും. അഗർ മേ ഫൂൽ മാങ്കു തോ ഗുലാബി ഫൂൽ ദേത്തി ഹേ. അഗർ മേ ഫൂൽ മാങ്കു, അതായത് ഫൂൽ പറഞ്ഞാൽ പൂക്കൾ, ഞാനൊരു പൂ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തോ ഗുലാബി ഫൂൽ ദേത്തി, അതായത് ഗുലാബി പറഞ്ഞാൽ റോസ് ഫ്ലവറാണ് നമുക്ക് കിട്ടുന്നത്. ജോ രംഗ് ദൂ ഉസേ വോ രംഗ് ദേത്തി ഹേ, നമ്മൾ ഏത് കളറിൻ്റെ പൂവാണോ നടുന്നത് ആ കളറിൻ്റെ പൂവാണ് നമുക്ക് ലഭിക്കുക. യേ സാരേ രംഗ് ക്യാ ഉസ്നെ നീച്ചെ ചുപാ രക്കേ ഹേ മിട്ടി മേ, അതായത് അവർ സംശയം കൊണ്ട് പറയണം, ഈ എല്ലാ കളറും, സാരേ രംഗ് പറഞ്ഞാൽ എല്ലാ കളറും, നീച്ചെ ചുപ്പ അതായത് അടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണോ, മണ്ണിൻ്റെ അടിയിൽ ഇതെല്ലാ കളേഴ്സും ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണോ ഈ ഭൂമി എന്നാണ് ചോദിക്കുന്നത്. വ ഖോദ മഗർ കുച്ച് ബി നഹി നിക്ല, വ ബഹുത് ഖോദ, അതായത് ഒരുപാട് നമ്മൾ ആഴത്തിൽ കുഴിച്ചു നോക്കി, പക്ഷെ മഗർ കുച്ച് ബി നഹി നിക്ല, പക്ഷേ ഒന്നും അവിടെ കണ്ടില്ല, ഒന്നും കിട്ടിയില്ല നമുക്ക്. നമ്മൾ ഒരുപാട് കുഴിച്ചു നോക്കി, ആ ഭൂമിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് കുഴിച്ചു നോക്കി, പക്ഷെ നമുക്ക് ഒന്നും കിട്ടിയില്ല, ഒന്നും കണ്ട് സാധിച്ചില്ല നമുക്കവിടെ. ജമീ കോ ജാദു ആത്താ ഹെ, അതുകൊണ്ടാണ് പറയുന്നത് ഭൂമിക്ക് മാജിക് അറിയും. ജമീ കോ ജാദു ആത്താ ഹെ, ഭൂമിക്ക് മാജിക് അറിയും. ബഡേ കർത്തബ് ദിഖാത്തി ഹെ, അതായത് ഒരുപാട് മാജിക് കാണിക്കുന്നുണ്ട്, ഓരോരോ അഭ്യാസങ്ങൾ, കർത്തബ് പറഞ്ഞാൽ ഓരോരോ അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. യേ ലംബേ ഊഞ്ചി താട് കെ ജബ് പേട്, ലംബേ പറഞ്ഞാൽ ഒരുപാട് ഉയരങ്ങളിലും നല്ല വീതിയായിട്ടും തടികളൊക്കെ നല്ല വീതിയിൽ, അതാണ് താടെ, ഊഞ്ചി ഓർ താടെ, അതായത് ഉയരത്തിലും നല്ല ഉയരങ്ങളും നല്ല തടിയുള്ളതുമാണ് മരങ്ങൾ, അങ്ങനത്തെ മരവും ഇവിടെ ഉണ്ടാവുന്നത്. ഉംഗ്ലി പർ ഉഠ്തി ഹെ, അതായത് ഉംഗ്ലി പർ ഉഠ്തി ഹെ പറഞ്ഞാൽ ഒരു വിരൽ പോലെ ആണ് എല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നത്. തോ ഗിർനെ ബി നഹി ദേത്തി, അതായത് ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് വീഴുന്നുമില്ല, കാരണം അത് മണ്ണ് അതിൻ്റെ സ്ട്രോങ് ആണ്, മണ്ണ് സ്ട്രോങ്ങിൽ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത്
ഇത്ര വലുതായി വളർന്നാലും അത് വീഴുന്നു പോലും ഇല്ല എന്നാണ് പറയുന്നത്. ഹവായെ കൂബ് ഹിലാത്തി ഹെ ജമീ ഹിലാനെ നഹി ദേത്തി. കാറ്റ് ഒരുപാട് വീശുമ്പോൾ മരങ്ങൾ പക്ഷെ ആടും, എന്നാലും ആ ഭൂമി അതിനെ വീഴാനായിട്ട് അനുവദിക്കില്ല. നല്ല കാറ്റ്, എത്ര ശക്തമായ കാറ്റ് വീശിയാലും ഭൂമി അതിനെ വീഴാനായിട്ട്, ആ മരത്തിന് എത്ര ഉയരമുള്ള മരത്തെ, എത്ര വലിയ മരത്തിനെയും വീഴാനായിട്ട് വിടുന്നില്ല. മേരെ ഹാത്തോ മേ ഷർബത്ത് ദൂത് പാനി കുച്ച് ഗിരെ സബ് ടിക് ജാത്തി ഹെ. മേരെ ഹാത്തോ മേ, അതായത് നമ്മൾ ഒരു കയ്യിൽ നമ്മുടെ ഷർബത്ത് പറഞ്ഞ ജ്യൂസ്, പാല്, വെള്ളം, കുച്ച് ഗിരെ സബ് ടിക് ജാത്തി ഹെ യെ കിത്തന പാനി പീത്തി ഹെ. അതായത് ഇത് എത്ര വെള്ളമാണ് കുടിക്കുന്നത്. മേരെ ഹാത്ത് സെ ഷർബത്ത് ദൂത് പാനി കുച്ച് ഗിരെ സബ് ടിക് ജാത്തി. അതായത് നമ്മുടെ കൈകളിൽ നിന്ന് ഒരു വെള്ളമോ ജ്യൂസോ എന്ത് വീണാലും അത് ഭൂമി കുടിക്കും എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ വെള്ളം വീണു, അല്ലെങ്കിൽ പാല് വീണു, അല്ലെങ്കിൽ ജ്യൂസ് വീണു, എന്ത് വീണാലും ആ ഭൂമി എന്താണ്, അത് ഒബ്സർവ് ചെയ്യും, അതൊക്കെ കുടിച്ചു പോകും. അപ്പോൾ അത് കാണില്ല. ഘട്ടക് ജാത്തി ഹേ ജിത്തനാദോ. അതായത് ഘട്ടക് പറഞ്ഞാൽ നമ്മളിങ്ങനെ വെള്ളം മുടക്കായിട്ട് കുടിക്കില്ല, അതാണ്. അപ്പോൾ ഘട്ടക് പറഞ്ഞാൽ എത്ര ഒഴിച്ചാലും അതൊക്കെ ഒബ്സർവ് ചെയ്തു പോകും ആ മണ്ണ്. അപ്പോൾ അതൊന്നും കാണണേയില്ല വെളിയിൽ, അത്ര കുടിക്കുന്നാണ് പറയുന്നത്. इसे लोटे से दो या बाल्टी से या नल दिन भर खुला रख दो. ഇതിലേക്ക് നമ്മൾ ലോട്ട പറഞ്ഞാൽ ചെമ്പാണ് ലോട്ട. യാ ബാൾട്ടി പറഞ്ഞാൽ ബക്കറ്റ്. യാ നൽ ദിൻ ഭർ ഖുല രഖ് ദോ. നമ്മളൊരു ചെമ്പെന്ന് കൊടുത്താലും ശരി, ബക്കറ്റെന്ന് കൊടുത്താലും ശരി. അതായത് അല്ലെങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ടാപ്പ് തുറന്നു വിട്ടാലും ശരി. ഗജബ് ഹെ പേട്ട് ഭർത്താ ഹി നഹി ഇസ്ക. അതായത് പിന്നെ എത്ര വെള്ളം കൊടുത്താലും ടാപ്പ് തുറന്നു വിട്ടാലും അതിൻ്റെ വയറ് നിറയുന്നേ ഇല്ല. അതാണ് പറയുക പേട്ട് ഭർത്ത. പേട്ട് പറഞ്ഞാൽ വയറ്. പേട്ട് ഭർത്താ ഹി നഹി ഇസ്ക, ഇതിൻ്റെ വയറ് നിറയുന്നേ ഇല്ല. സുനാ ഹെ യെ നദി കോ ബി ഛുപാ ലേത്തി ഹെ. അതായത് ഒരു ഭൂമി വന്നിട്ട് നദി കോബി, അതായത് നമ്മൾ പുഴകളിങ്ങനെ ഒഴുകുമ്പോൾ പുഴകൾ ഒഴുകിപ്പോണതും കൂടി ഒളിപ്പിച്ച് വെക്കണമെന്നാണ് പറയുന്നത്. അന്തർ ജമീ കോ ജാദു ആത്താ ഹെ. അതായത് ഉള്ളിൽ, മണ്ണിൻ്റെ ഉള്ളിൽ എന്തായാലും എന്തോ ഒരു മാജിക്കൽ പവർ ഉണ്ട്, മാജിക് ഉണ്ട്. ജമീ കെ നീച്ചേ ക്യാ ചീനി കി ഖാനെ ഹെ. ജമീ കെ നീച്ചേ ക്യാ ചീനി കി ഖാനെ ഹെ. അതായത് ഭൂമിൻ്റെ അടിയിൽ എന്തോ പഞ്ചസാര, അതായത് ചീനി കി ഖാനെ, പഞ്ചസാരൻ്റെ എന്തെങ്കിലും ഇതുണ്ടോ, എന്താണ് എന്താണ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കാർഖാന പറയില്ലേ നമ്മൾ, അതിൻ്റെ ഫാക്ടറി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഖാനെ പറഞ്ഞാൽ ഫാക്ടറി ഉണ്ടോ. കട്ടായി കി ചട്ടാനി ഹെ. കട്ടായി പറഞ്ഞാൽ പുളിപ്പ്, നമ്മൾ പുളിയൊക്കെ ഇല്ലേ, അതാണ് പറയുന്നത്. കട്ടായി കി ചട്ടാനി, അതായത് പുളിപ്പുള്ള എന്ത് ഇങ്ങനെ വിരിച്ച് കിടക്കുകയാണ്. ചട്ടായി പറഞ്ഞാൽ വിരിച്ച് കിടക്കുകയാണ്. പുളിൻ്റെ ഇതും രസവും അതിൻ്റെ ഉള്ളിൽ ഭൂമിൻ്റെ അടിയിൽ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്, പഞ്ചസാരയും പുളിയൊക്കെ. ലാത്തി കഹാ സേ ഹെ. എവിടെ നിന്നാണ് ഈ ഭൂമി കൊണ്ടുവരുന്നത്. അനാറോ ബേറോ ഓർ ആമോസ് മേ സേബ് മേ സബി മീഠോ മേ ബി മീഠെ അലഗ് ഹെ. അതായത് അനാർ പറഞ്ഞാൽ പോമോഗ്രാനേറ്റ്, ബേറോ പറഞ്ഞാൽ എന്താണ് ഒരു പഴമാണ്, ഓർ ആമോ മാങ്ങപ്പഴം, ആപ്പിൾ, സബി മീഠോ മേ ബി മീഠെ അലഗ് ഹെ. അതായത് ഇതെല്ലാം മധുരമുള്ള ഫ്രൂട്ട്സാണ്, പക്ഷെ ഇതെല്ലാത്തിലും ടേസ്റ്റും മധുരവും വ്യത്യാസമുണ്ട്, അതാണ് പറയുന്നത്. അപ്പോൾ ഒരേ മധുരമല്ല, ഒരേ ടേസ്റ്റ് അല്ല, എല്ലാത്തിനും ടേസ്റ്റും വ്യത്യാസമാണ്, എല്ലാത്തിനും മധുരവും വ്യത്യാസമാണ്. മീഠെ അലഗ് അലഗ്, അതായത് മധുരങ്ങൾ വേറെ വേറെയാണ്. कि पत्ते खाओ तो फीके हैं, कि पत्ते खाओ तो फीके हैं और फल मीठे लगते हैं. അതായത് ഈ നമുക്ക് ഫ്രൂട്ട്സ് തരുന്നതിൻ്റെ ഇല നമ്മൾ തിന്ന് നോക്കിയാലോ അതിനൊരു ടേസ്റ്റും ഇല്ല അല്ലേ. അതായത് നമ്മൾ ഫ്രൂട്ട്സ് തിന്നണ ആ ഫ്രൂട്ട്സ് നല്ല മധുരം. ഇപ്പം നമ്മൾ ആപ്പിൾ മരത്തിൽ നിന്ന് പൊട്ടിച്ച് തിന്നുന്നു, അപ്പോൾ ആപ്പിളിന് നല്ല മധുരം, പക്ഷെ അതിൻ്റെ ഇല തിന്നാലോ ഒരു മധുരവും ഇല്ല. അതാണ് അത് പറയുന്നത്. അതിൻ്റെ ഇലകൾക്ക് ഒരു മധുരവും ഒരു സ്വാദും ഇല്ല, പക്ഷെ അതിൻ്റെ ഫ്രൂട്ട്സിനോ നല്ല മധുരമുണ്ട്. മൊസംബി മീठी है तो नींबू खट्टा है. മൊസംബി നല്ല മധുരമുണ്ട്. മൊസംബി വന്നിട്ട് മധുരമുള്ള സാധനമാണ്, പക്ഷേ നിംബു എന്തുകൊണ്ടാണ് കട്ട, അതായത് ലെമൺ നാരങ്ങ എന്തുകൊണ്ടാണ് പുളിപ്പ്. അത് രണ്ടും ഒരേപോലെയാണ്, പക്ഷേ രണ്ടും വ്യത്യാസമുണ്ട്. യക്കീനൻ ജാദു ആത്താ ഹെ.
ഉറപ്പായിട്ടും ഭൂമിക്ക് മാജിക് അറിയും. വഗർ ന ബാസ് ഫീക്ക സഖ്ത് ഓർ ഗന്നെ കെ രസ് ക്യൂ ഹെ. അതായത് ബാസ് ഫീക്ക കാണാൻ നമുക്ക് ബാമ്പുവും എന്താണ് കരിമ്പും ഒരേപോലെയാണ്. പക്ഷെ ബാമ്പു എന്താണ് ഫീക്ക ഒരു ഇതും ഇല്ല, അതിലൊരു ടേസ്റ്റും ഉണ്ടാവില്ല. ഫീക്കായ ഒരു ടേസ്റ്റും ഇല്ല. പക്ഷെ അതേ സമയത്ത് നമുക്ക് കരിമ്പോ നല്ല മധുരവുമാണ് അല്ലേ, നല്ല മധുരവും നല്ല ജ്യൂസിയാണത്. അതാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയല്ലോ ഈ ലെസൺ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കണം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം.